ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. കാരണം മഹല്ലുമായോ മഹല്ല് ഭരണവുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളല്ല എന്നോട് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക എന്നതാണ്. അള്ളാഹുവിന്റെ അടിമകളായി ഭൂമുഖത്ത് ജീവിക്കുന്ന നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സംഘാടക സഹോദരങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഷ്ഫിഖിനെയാണ്. എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പിതാവ് ആ കുഞ്ഞിനെ കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിക്കും. നാട്ടിലെ മുഴുവൻ ആളുകളും ആ കുഞ്ഞിനെ കുറിച്ച് നല്ലത് മാത്രം പറയും. ആ കുട്ടിയെ അടുത്ത കാലത്ത് പരിചയപ്പെടുന്ന പള്ളിയുടെ ഉസ്താദടക്കമുള്ള മുഴുവൻ ആളുകളും ആ കുഞ്ഞിനെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാൻ എന്താ കാരണം? ആ കുട്ടി ചെയ്ത നല്ല പ്രവർത്തനം, നല്ല പെരുമാറ്റം. ഒരു മനുഷ്യനെ ഭൂമിയിൽ അനശ്വരനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ നല്ല പ്രവർത്തനങ്ങളാണ്. അത്തരം നല്ല പ്രവർത്തനം ആ കൊച്ചുകുട്ടി ചെയ്തപ്പോൾ എല്ലാവരും ആ കുട്ടിയെ സ്മരിക്കുന്നു, എല്ലാവരും ആ കുട്ടിയെ നല്ല മനസ്സോടുകൂടി ഓർക്കുന്നു. ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയും അതാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കുക എന്നാൽ അത് വലിയൊരു സന്തോഷമാണ് എന്ന വസ്തുതയാണ്. ഒരു കുഞ്ഞു കുടുംബത്തിൽ ജനിക്കുക എന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതിന്റെ തെളിവാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ചില പ്രയോഗങ്ങൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറപ്പിനോട് കുഞ്ഞില്ലാത്ത സമയത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു കൊടുത്ത മറുപടി, അതുപോലെ സമാന സംഭവങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ മറുപടി, ഈ കുഞ്ഞിന്റെ ജനനം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ പിറവി ഒരു കുടുംബത്തിൽ എന്താണ് സംഭവിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ തരണേ തമ്പുരാനെ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്ക് നല്ല ഒരു കുഞ്ഞിനെ തരണമേ എന്നാണ് ഇബ്രാഹിം നബി തങ്ങളുടെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്ത മറുപടി എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന മറുപടി, ഫബശർനാഹു ബിഉലാമിൻ ഹലീം. ഫബശർനാഹു ബിഉലാമിൻ ഹലീം, നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയെ ബശർന, സന്തോഷത്തോടുകൂടി നമ്മൾ നൽകി. അപ്പൊ സന്തോഷത്തോടുകൂടി നൽകുക, ഒരു സന്തോഷത്തിന്റെ വചനമാണ് പടച്ചറബ് അവിടെ ഉപയോഗിച്ച്. കൊടുത്തു എന്നല്ല പറഞ്ഞു, സന്തോഷത്തോടുകൂടി. തബ്ശീർ, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നാൽ അത് വലിയൊരു സന്തോഷം തന്നെ. ആ സന്തോഷത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളില്ലാത്തൊരു മനുഷ്യന്റെ ദുഃഖം കാണണം. വർഷങ്ങളോളമായി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു കുഞ്ഞില്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വിഷമത്തിന്റെ ആഴം എത്രയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ മനസ്സിന്റെ സങ്കടം എത്രയാണ് നമുക്ക് പറഞ്ഞാൽ തീരുമോ? നിങ്ങളൊന്ന് ഓർക്കുന്നു. അവര് പല സ്ഥലത്തും അതിനുവേണ്ടി പ്രാർത്ഥനകളും അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് അവർ കടന്നു പോകുന്ന ദിവസങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അത്തരമൊരു കുടുംബത്തിന്റെ വിഷമം, ആ കുടുംബത്തിൽ കുഞ്ഞില്ലാത്ത ആ വിഷമം കണ്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അവിടെയാണ് ഒരു കുഞ്ഞിന്റെ ജനനത്തിന്റെ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്മാരിൽ പോലും ഈ അവസ്ഥയുള്ള പ്രവാചകന്മാരുണ്ടായപ്പോൾ പടച്ചറബിനോട് ചോദിച്ചപ്പോൾ റബ്ബ് കൊടുത്ത മറുപടി അങ്ങനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാചകം പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് ചോദിക്കുക, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, അല്ലാഹുവേ എനിക്ക് നിങ്കിൽ നിന്ന് ഒരു നല്ല കുഞ്ഞിനെ തരണേ തമ്പുരാനെ. അങ്ങനെ പരിശുദ്ധ പ്രവാചകർ പടച്ചറബിനോട് ചോദിച്ചു, ഇന്നക സമീഉദ് ദുആ. പ്രവാചകർ പറഞ്ഞു, പടച്ചോനെ നീ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാനല്ലോ, എനിക്കൊരു കുഞ്ഞിനെ കൊണ്ട് റബ്ബേ, നല്ല കുഞ്ഞിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന കേട്ടിട്ട് സക്കരിയ നബി തങ്ങളോട് എന്താ മറുപടി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിക്ക് ഈ സന്ദേശം മലക്കുകൾ മുഖേന കൊടുക്കുന്ന സമയത്ത് സക്കരിയ നബി തന്റെ മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക. നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സക്കരിയ നബിയോട് പടച്ചറബ് പറഞ്ഞു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു
റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ എന്ന പ്രാർത്ഥനയ്ക്ക് പടച്ചറപ്പിന്റെ മറുപടി എന്താണ്? ഫനഅദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറഞ്ഞ വാചകം എന്താണ്? യുബശ്ശിറുക ബിയഹ്യ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഹ്യ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇതാ സന്തോഷ വൃത്താന്തം കൊണ്ടുവരും. അവർ കുട്ടി ജനിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷമാണ്. അത് ഏത് കുട്ടിയാവട്ടെ, ആൺകുട്ടിയാവട്ടെ, പെൺകുട്ടിയാവട്ടെ, ഒരു കുഞ്ഞിന്റെ ജനനം ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന സന്തോഷം ചെറുതല്ല. ഒരു ദമ്പതികൾക്ക് ദാമ്പത്യം പൂർത്തീകരിക്കുന്നത്, നമുക്കൊരു പിൻഗാമി ഉണ്ടാകുന്നതാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം സന്തോഷമായി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ കുഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന, മാതാപിതാക്കളെ ആദരിക്കുന്ന, ഇസ്ലാമുള്ള ഒരു കുഞ്ഞായിരിക്കണം. നേരെ മറിച്ച് ഈ കുഞ്ഞ് വളരെ വൃത്തികെട്ടവനായി മാറിയാലോ ആ കുടുംബം അതുകൊണ്ട് നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മക്കൾ നന്നായാൽ കുടുംബത്തിന് വലിയ സമാധാനമുണ്ടാകും, മക്കൾ മോശമായാൽ കുടുംബത്തിൽ അസമാധാനമുണ്ടാകും. ഈ കുഞ്ഞ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സന്തോഷമാണ്, അതേപോലെ ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ വളരെ ദുഃഖവും ആ കുടുംബത്തിനുണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചു വളർന്ന ഒരു കുട്ടി, നമ്മൾ ആ കുട്ടിയെ കണ്ടും ആസ്വദിച്ചും ആ കുഞ്ഞിന്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളും അവന്റെ പഠനവും രീതിയും ഒക്കെ കണ്ട് അവന്റെ കൂടെ അങ്ങനെ മനസ്സ് വളരുമ്പോൾ ഇടക്ക് വെച്ച് പടച്ചറപ്പ് അതിനെ തിരിച്ചു വിളിച്ചാൽ ആ കുഞ്ഞിനെ പടച്ചറപ്പ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വലിയ വിഷമം ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പടച്ചറപ്പ് അത്തരം മാതാപിതാക്കൾക്ക് വലിയ പ്രതിഫലം കൊടുക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നാളെ പരലോകത്ത് ഈ പിതാവിന് പടച്ചറപ്പ് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ, ഞാൻ ആമുഖമായി ഓതിവെച്ച പരിശുദ്ധ ഖുർആന്റെ സൂക്തം ആ കുട്ടിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. വല്ലദീന ആമനൂ, വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, ഈമാനിൽ അവരെ പിൻപറ്റിയ പ്രിയപ്പെട്ട മക്കൾ, ആ പിതാവിനെ പോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, ആ കുഞ്ഞുങ്ങളെ തീർച്ചയായും ഈ പിതാവിന്റെ കൂടെ ചേർത്ത് കൊടുക്കും. നാളെ പരലോകത്ത് പിതാവ് ചെല്ലുമ്പോ പിതാവിനെ സ്വീകരിക്കും ആ മക്കൾ. ആ പിതാവിനും ആ മാതാവിനും ആ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞ് എന്തൊരു സന്തോഷമായിരുന്നു കൊടുത്തിരുന്നത്. അതേ സന്തോഷം നാളെ പരലോകത്ത് ആഖിറമാകുന്ന ഭവനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഈ ലോകം അവസാനിച്ചുകൊണ്ട് പരലോകത്ത് നമ്മൾ സുഖജീവിതത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പടച്ചറബ് ഈ കുഞ്ഞിനെ അവിടെ കാണിച്ചു കൊടുക്കും. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ, അവരെ അമലിൽ നിന്ന് ഒരു കുറവും പടച്ചറബ് വരുത്തുകയില്ല. മാതാപിതാക്കളുടെ അമലിൽ നിന്ന് ഒരു കുറവും പടച്ചറബ് വരുത്താതെ ഈ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കും. കുല്ലും ബിഹിം ബിമാ കസബ റഹീൻ, ഏത് മനുഷ്യനും അവൻ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തിന് അർഹനാണ്. ആ പ്രവർത്തനത്തിന് പണയം വെക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണോ അതിന്റെ പ്രതിഫലം നേരെ പരലോകത്ത് കൈനീട്ടി വാങ്ങാൻ ഭാഗ്യവാന്മാരാണ്. ഇവിടെ മോശം ചെയ്താൽ അതൊരിക്കലും സംഭവിക്കൂല. നാളെ പരലോകത്ത് നമ്മളിങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വലിയ വിഷമങ്ങളുടെ സന്ദർഭമുണ്ടാകും, ഒരുപക്ഷെ സന്തോഷമുള്ള സമയമുണ്ടാവും. ഇതേക്കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറത്തിലെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, ഒരു കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ ആ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സ് തുടികൊട്ടി പോകും അത് കേൾക്കുമ്പോൾ. കുഞ്ഞു പോയതിലുള്ള ദുഃഖം, ഇപ്പൊ ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചുപോയ പലരുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. ആ വിഷമങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സംഭവം. ഈ കുഞ്ഞു നാളെ ജനങ്ങളൊക്കെ മരിച്ചു പിരിഞ്ഞ് വിചാരണ കഴിഞ്ഞ് എല്ലാവരും പരലോകം പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗലോകത്ത് ഈ കുട്ടി ഉണ്ടാവും. നമ്മളൊക്കെ മരിച്ചു പിരിയും, ഖിയാമം വരും, ഉറപ്പല്ലേ? ആ സന്ദർഭത്തിൽ ഈ കുഞ്ഞ് വിചാരണയൊക്കെ കഴിഞ്ഞ് ജനങ്ങളൊക്കെ ഫരീഖും ഫിൽ ജന്നത്തിയോ ഫരീഖും ഫിൽ സഈർ എന്ന് പറഞ്ഞ് വേർതിരിക്കപ്പെടും. ഈ വേർതിരിക്കപ്പെട്ട ആളുകളിൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഈ കുഞ്ഞ് വാപ്പയെയും ഉമ്മയെയും ഒക്കെ തരയും. ചെറുപ്പത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും പരിലാളനെ ഏറ്റു വളർന്നു ജീവിതം പൂർത്തീകരിച്ചിട്ടില്ലാത്തൊരു, ജീവിതം തുടങ്ങിയിട്ടില്ലാത്തൊരു കുട്ടി
ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ സ്വർഗത്തിലായിരിക്കുമെന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ലല്ലോ. നിഷ്കളങ്കനായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് സ്വർഗത്തിൽ അവന്റെ മാതാപിതാക്കളെ തെരഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് വേവലാതിപ്പെടും. ആളുകളൊക്കെ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിൽ മുഴുവൻ ആളുകൾ ചെന്നിട്ടും തന്റെ വാപ്പാനെ കാണാനില്ല, തന്റെ മാതാവിനെ കാണാനില്ല. ഇവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അവൻ പടച്ചറപ്പിനോട് പരാതിപ്പെടും, പടച്ചവനെ എന്റെ ഉമ്മാനെ കാണാനില്ല, എന്റെ ഉപ്പാനെ കാണാനില്ല. എന്നെ ഞാനാക്കിയ പോറ്റി വളർത്തിയ ഞാൻ സ്നേഹിച്ച് എനിക്ക് പൂതി തീരാതെ ഞാൻ മരിച്ചു പിരിഞ്ഞു പോരുമ്പോ എന്റെ ഉമ്മ എന്റെ ഉപ്പ ഞാൻ എന്റേതല്ലാത്ത കാരണത്താൽ മരിച്ചു പിരിഞ്ഞ് ഇവിടെ വന്ന് പടച്ചറപ്പെ എനിക്കെന്റെ ഉപ്പയെ കാണണം, എനിക്കെന്റെ ഉമ്മയെ കാണണമെന്ന് ഈ കുട്ടി കരഞ്ഞു പറയുമെന്ന്. അങ്ങനെ കരഞ്ഞു പറയുന്ന കുട്ടിക്ക് സ്വന്തം മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ കുട്ടി കരയുമ്പോ ആ കുട്ടിയുടെ മാതാപിതാക്കൾ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ മലക്കളോട് ഉത്തരവിടുക. അബദ്ധവശാൽ ഒരുപക്ഷെ ഈ മാതാപിതാക്കൾ നരകവാസികളായി പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും മരിച്ചുപോയ കുഞ്ഞിന്റെ മാതാപിതാക്കൾ നമ്മൾ ആരെങ്കിലും നരകത്തിലായി പോയി എന്നിരിക്കട്ടെ. മരിച്ചു പിരിഞ്ഞാൽ മനുഷ്യനെ 3 വിധത്തിലാണല്ലോ വേർതിരിക്കപ്പെടുക. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്ക് നേരെ കൊണ്ടുപോകും, ഒരു കൂട്ടരെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അവരതിൽ ശാശ്വതമായിരിക്കും. മൂന്നാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം മുഅ്മിനീങ്ങളാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചു, പക്ഷേ കുറെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് സംഭവിച്ചു. മുഅ്മിനീങ്ങളാണ് എന്നതുകൊണ്ട് പടച്ചറബ് അവിടെ കാലാകാലവും നരകത്തിൽ നിക്ഷേപിക്കില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷക്ക് അവർ ചെയ്ത ഭൂമിയിലെ തെറ്റിന്റെ കണക്കനുസരിച്ച് ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ചുള്ള കാലം അവർ നരകത്തിൽ കിടക്കും, പിന്നെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളാണെങ്കിൽ അബദ്ധങ്ങൾ വല്ലതും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചറപ്പ് വിട്ടുപുറത്ത് മാപ്പ് ചെയ്യാത്ത വല്ല കുറ്റങ്ങളുമുണ്ടെങ്കിൽ അവരെ നരകത്തിൽ അതിന്റെ ശിക്ഷ കൊടുക്കും. പക്ഷേ കാഫിരീങ്ങളല്ലാത്ത കൊണ്ട് കാലാകാലവും അവർക്ക് നരകം കൊടുക്കില്ല. അവരെ ശിക്ഷയിൽ നിന്നും പടച്ചറപ്പ് രക്ഷപ്പെടുത്തി പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഖീദ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും ഒരുപക്ഷെ ഈ മാതാപിതാക്കളെങ്കിൽ ഈ കുഞ്ഞ് അന്വേഷിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നരകത്തിലേക്ക് ആപതിച്ചിരിക്കും. തന്റെ മാതാപിതാക്കളെ കാണാൻ കുഞ്ഞ് വളരെ വിഷമത്തോടുകൂടി പടച്ചറപ്പിനോട് ആവശ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ മാലാഖമാർ അവരെ നരകത്തിൽ കണ്ടെത്തുമ്പോൾ മുഅ്മിനീങ്ങളായ തെറ്റ് ചെയ്ത മാതാപിതാക്കൾ അബദ്ധവശാൽ സംഭവിച്ച തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ മാതാപിതാക്കളെ ശരിക്കും ഈ കുഞ്ഞിന് കാണുന്നതിന് വേണ്ടി റബ്ബിന്റെ ഓർഡർ പ്രകാരം നരകശിക്ഷയിൽ അവർക്ക് തൽക്കാലം ഇളവ് കൊടുത്തുകൊണ്ട് പിന്നെയും തിരിച്ചു കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ കുഞ്ഞിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പടച്ചറപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുമത്രേ. ഈ കുഞ്ഞിന് മാതാപിതാക്കളെന്ന് കാണിച്ചു കൊടുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. സ്വാഭാവികമായും ഈ കുഞ്ഞ് തന്റെ മാതാക്കളെയും പിതാക്കളെയും അങ്ങനെ കാണുമ്പോൾ, ചെറുപ്പത്തിൽ മരിച്ചു പിരിഞ്ഞു പോകുന്ന ഒരു കുട്ടി മാതാവിനെയും പിതാവിനെയും വീണ്ടും കാണുമ്പോൾ, രക്തത്തെ തിരിച്ചറിയുമ്പോൾ, വീണ്ടും മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കാണുന്ന സന്ദർഭത്തിൽ അവരെ മനസ്സും കുഞ്ഞിന്റെ മനസ്സും ആ ഒരു സമാഗമത്തിന്റെ വീണ്ടുമുള്ള ഒരു കണ്ടുമുട്ടലിന്റെ ആ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, മാതാവിന്റെ കയ്യിലും പിതാവിന്റെ കയ്യിലും പിടിച്ച് മാതാവിന്റെ മാറത്തണഞ്ഞുകൊണ്ട് ബാപ്പയെയും ഉമ്മയെയും അണഞ്ഞുകൂട്ടി പിടിച്ചുകൊണ്ട് വിടാതെ പിടിക്കും. ഈ ഒരു സന്ദർഭം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ മലക്കുകൾക്ക് ലഭ്യമാകുന്നു. കുട്ടിക്ക് മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുക എന്ന കടമ നിർവഹിച്ചിരിക്കുന്നു. ഇനി മാതാപിതാക്കളുടെ ബാക്കി ശിക്ഷ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ആ സമയത്ത് മാതാപിതാക്കളെ കുഞ്ഞിൽ നിന്നും വേർപെടുത്തുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ആ മാതാവിനെയും പിതാവിനെയും ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും വേർപെടുത്തുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിക്കും. ആ രംഗം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നടക്കുമോ? അത് ഒരിക്കലും ആ കുട്ടി വിടില്ല. ആ കുഞ്ഞ് കരയും. പടച്ചറപ്പിനോട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയും, പടച്ചറപ്പേ, ഞാൻ എന്റെ കാരണത്താലല്ല മരിച്ചു പിരിഞ്ഞു പോന്നത്. നീ എന്നെ ചെറുപ്പത്തിലെ മരിപ്പിച്ചു. എനിക്ക് എന്റെ ഉമ്മയുടെ എന്റെ ഉപ്പയുടെ പരിലാളന ഏറ്റുവാങ്ങാൻ സാധ്യമായിട്ടില്ല. ഒരു കുടുംബജീവിതം പോലും ആസ്വദിക്കാൻ കഴിയാത്ത ആ കൊച്ചുകുട്ടി മരിച്ചു പിരിഞ്ഞു പോകുമ്പോ അതിന്റെ വേദന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആ കുഞ്ഞ് പ്രകടിപ്പിക്കും. ആ കുഞ്ഞ് പടച്ചറപ്പിനോട് ആവശ്യപ്പെടും, എന്റെ മാതാപിതാക്കളെ എന്റെ കൂടെ നിർത്തി തരണം. മുഅ്മിനീങ്ങളായ എന്റെ മാതാപിതാക്കളെ എന്റെ കൂടെ നിർത്തി തരണം. ആ കുഞ്ഞ് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പടച്ചറപ്പിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. റബ്ബിനോട് ഈ കുട്ടി കരഞ്ഞപേക്ഷിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ വെച്ച് കുഞ്ഞ് കരയുന്ന രംഗം കാണുമ്പോൾ
തന്റെ മലക്കുകൾക്ക് ഉത്തരവ് കൊടുക്കും, മലക്കുകളെ, ആ കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ റഹ്മത്ത് അവന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു, അവന്റെ വിഷമം ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ മാതാപിതാക്കൾ എന്തു തെറ്റു ചെയ്തവരാണെങ്കിലും ശരി,